നമസ്കാരം. എന്തുകൊണ്ടാണ് യോഗി ആദിത്യനാഥ് ജനഹൃദയങ്ങളിൽ സ്വീകാര്യനാകുന്നത്? ഉത്തർപ്രദേശ് പോലൊരു സംസ്ഥാനത്ത് ഇത്രത്തോളം ജനസ്വീകാര്യത ലഭിക്കുക എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഇന്ത്യ ഭരിക്കുവാനുള്ള അവകാശം നേടിയെടുക്കുവാൻ കഴിയുന്നു എന്നുള്ളതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് ഉത്തർപ്രദേശിലെ ജനവികാരം. ആ ജനവികാരം സ്വന്തമാക്കാൻ കഴിയുന്ന നേതാക്കളുള്ള മണ്ണിൽ അവർക്ക് വോട്ട് നേടാൻ കഴിയും, സീറ്റ് നേടിയെടുക്കുവാൻ കഴിയും. ആ സീറ്റ് നേട്ടമാണ് ഇന്ത്യ എന്ന് പറയപ്പെടുന്ന മഹാരാജ്യം ഭരിക്കുവാനുള്ള അവരുടെ കഴിവ് തെളിയിക്കുന്നത്. ഇവിടെ യോഗി ആദിത്യനാഥിനെ കുറിച്ച് പറയുമ്പോൾ ഗോരഖ്പൂരിലേക്ക് പോകണം. ഗോരഖ്പൂരിലെ ജനങ്ങൾ നൽകുന്നത് ഈ ബാബ ഗോരഖ്നാഥ് മഠത്തിനുള്ള വോട്ടാണ് യോഗി ആദിത്യനാഥ് നൽകുന്നത്. അല്ലാതെ ഏതെങ്കിലും പാർട്ടിക്കല്ല എന്നാണ് അവർ പറയുന്നത്. ഒരു മാറ്റം വേണമോ എന്ന് ചോദിച്ചാൽ മാറ്റം നല്ലത് തന്നെയാണ്, പക്ഷേ അതിനുള്ള സാഹചര്യം ഇവിടെ ഇല്ല എന്നാണ് ഗോരഖ്പൂർ പട്ടണത്തിലെ ജനങ്ങളുടെ വികാരം എന്ന് പറയപ്പെടുന്നത്. ജനങ്ങൾ പറയുന്നത് അവർക്ക് യോഗി ആദിത്യനാഥ് എന്ന് പറയപ്പെടുന്ന പ്രധാന മഹൻ മീൻസ് സന്യാസിയായിട്ടുള്ള ഗോരഖ്നാഥ് മഠത്തിൻ്റെ സ്വാധീനം ബോധ്യപ്പെടുത്തുന്നുണ്ട്. ഇദ്ദേഹം എന്താണ്? യോഗി ആദിത്യനാഥ് ആരാണ് അവർക്ക്? വാരണാസി അടക്കം കിഴക്കൻ ഉത്തർപ്രദേശിലെ പല മണ്ഡലങ്ങളിലും മഠത്തിൻ്റെയും അതോടൊപ്പം യോഗി ആദിത്യനാഥിൻ്റെയും ഒക്കെ പ്രഭാവമാണ് ഈ തെരഞ്ഞെടുപ്പിൽ വിധി നിർണായകമാകുക എന്നുള്ളതാണ് ചുരുക്കമെന്ന് പറയേണ്ടിയിരിക്കുന്നു. ഇവിടെ മാത്രമല്ല കേട്ടോ, ഉത്തർപ്രദേശിലാകെ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിൻ്റെ ചെറുതും വലുതുമായിട്ടുള്ള സ്വാധീനമാണ് ഇക്കുറി BJP പ്രയോജനപ്പെടുത്താൻ പോകുന്നത് എന്ന് പറയേണ്ടിയിരിക്കുന്നു. ബുൾഡോസർ ബാബ എന്ന പേരിനാൽ യോഗി പരിഹസിക്കപ്പെടുന്നുണ്ട്, പലപ്പോഴും അത് കേട്ടിട്ടുമുണ്ട്. പക്ഷേ യോഗിയും BJPയും അത് ഈ തിരഞ്ഞെടുപ്പിലും സംസ്ഥാനത്ത് വോട്ട് ആകർഷിക്കുവാനുള്ള അലങ്കാര പ്രയോഗമായി മാത്രം മാറ്റുന്നതിൽ അകമേച്ചിരിക്കുകയാണ്. അതിന് അഹമ്മദ് അടക്കമുള്ള ഗാങ്സ്റ്റർ രാഷ്ട്രീയക്കാരെ പച്ചയ്ക്ക് വെടിവെച്ചു കൊന്നും ക്രിമിനലുകളെന്ന് മുദ്ര കുത്തപ്പെട്ടവരുടെ വീടുകൾ, ഇനി അതല്ലാത്തവരുടെ ആണെങ്കിലും ബുൾഡോസറുകൾ ഉപയോഗിച്ചുകൊണ്ട് ഇടിച്ചു നിരത്തിയും ക്രമസമാധാന വാഴ്ച കയ്യിലെടുക്കുന്നതിലെ ന്യായാന്യായങ്ങൾക്ക് അപ്പുറത്ത് സുരക്ഷ എന്ന വലയത്തിനകത്തേക്ക് സ്ത്രീ വോട്ടർമാരെ വലിച്ചിടാൻ യോഗി ഭരണകൂടത്തിന് സാധിക്കുന്നുവെന്നതാണ് ഉത്തർപ്രദേശ് BJPക്ക് ഈ തിരഞ്ഞെടുപ്പിലും ആശ്വാസത്തിന് വക നൽകുന്നത്. അതുകൊണ്ട് ബുൾഡോസർ ബാബയാകട്ടെ യോഗി, തങ്ങളെ പിന്തുണയ്ക്കുന്നതോ ഒപ്പം നിൽക്കുന്നതോ ആയ ഗാങ്സ്റ്റർ രാഷ്ട്രീയക്കാരെ യോഗി ഭരണകൂടം കണ്ടില്ലെന്ന് നടിക്കുന്നുവെന്നതിന് പക്ഷെ മറുപടിയില്ല. പൊതുവിലയിരുത്തലിൽ സംസ്ഥാനത്തിൻ്റെ പല ഭാഗത്തും ക്രമസമാധാന സുരക്ഷ ഉറപ്പുവരുത്തിയെന്ന പ്രചാരണം നല്ലതുപോലെ തിരഞ്ഞെടുപ്പ് റാലികളിൽ BJP വിറ്റഴിക്കുന്നുമുണ്ട്. ഇക്കഴിഞ്ഞ 6 ഘട്ട വോട്ടെടുപ്പുകളിലും പോളിംഗ് ശതമാനം ഇടിഞ്ഞെങ്കിലും സ്ത്രീ വോട്ടർമാരുടെ പങ്കാളിത്തം അവിടെ കൂടിയിട്ടുണ്ട് എന്നുള്ളത് മാറ്റമില്ല. ഇത് തങ്ങൾക്ക് അനുകൂലമാകുമെന്ന് തന്നെയാണ് BJP കാണുന്നത്. ഇതിനെല്ലാം മേൽപ്പറഞ്ഞ കാരണത്താലാണ് യോഗി അവിടെ പ്രസിദ്ധനാകുന്നത്. ഗുസ്തി താരങ്ങൾ ഉയർത്തിയ പീഡന ആരോപണങ്ങളുണ്ടല്ലോ, ആ ആരോപണങ്ങൾ വിവാദ നായകനായ ബ്രിജ്ഭൂഷൺ ശരൺ സിംഗിൻ്റെ കൈസർഗഞ്ചിൽ BJP സ്ഥാനാർത്ഥിത്വ പ്രഖ്യാപനം അവസാനം വരെ നീട്ടിയത് അദ്ദേഹത്തോട് യോഗിക്കുള്ള നീരസത്തിൻ്റെ കൂടി പ്രതിഫലമാണെന്ന അടക്കം പറച്ചിലുകൾ അതിനോടൊപ്പമുണ്ട് എന്ന് പറയേണ്ടിയിരിക്കുന്നു. പക്ഷേ ഗോണ്ട മേഖലയിലെ ആളുകളുടെ പ്രിയങ്കരനായിട്ടുള്ള ഡോൺ എന്നതുകൊണ്ട് തന്നെ ബ്രിജ്ഭൂഷണെ BJPക്ക് കൈയൊഴുകുക എന്നുള്ളത് പ്രയാസമാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഗോണ്ട, ഫൈസാബാദ്, കൈസർഗഞ്ച്, ബസ്തി, ശ്രാവസ്തി തുടങ്ങിയിട്ടുള്ള 1/2 ഡസനിലേറെ മണ്ഡലങ്ങളിൽ ബ്രിജ്ഭൂഷൺ സ്വാധീനം BJPക്ക് ആവശ്യമാണ്. ആൾ മാഫിയ തലവനൊക്കെ ആയിരിക്കാം, പക്ഷേ അദ്ദേഹത്തിനെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള പരിപാടി BJPക്ക് കഴിയില്ല. ഇനി ബ്രിജ്ഭൂഷൻ്റെ മകൻ കരൺ ഭൂഷൺ, ബ്രിജ്ഭൂഷൺ മേഖലയുള്ള സ്വാധീനത്താൽ ജയിച്ചു കയറാനായേക്കും ചിലപ്പോൾ. എന്നാൽ യോഗിയുടെ സ്വാധീനത്താൽ ഭൂരിപക്ഷം കുറഞ്ഞാൽ ബ്രിജ്ഭൂഷൺ അത് അടിയാവുകയും ചെയ്യുന്നുള്ള കാര്യത്തിൽ സംശയമില്ല. യോഗിയുടെ ബുൾഡോസർ പ്രയോഗത്തെ ബ്രിജ്ഭൂഷൺ ഈ തിരഞ്ഞെടുപ്പ് കാലത്ത് വിമർശിച്ചതും ചർച്ചയായിരുന്നു. കാരണം മുസ്ലിം വോട്ടർമാരുടെയും പ്രിയങ്കരനായിട്ടുള്ള ബ്രിജ്ഭൂഷൺ അങ്ങനെ വിമർശിക്കാതിരിക്കാൻ പറ്റില്ല. മാത്രമല്ല യോഗിയോടുള്ള അതൃപ്തി എന്ന് പറയപ്പെടുന്ന വളഞ്ഞ വഴിയിൽ മറ്റൊരിക്കലും ഈ തിരഞ്ഞെടുപ്പ് കാലത്ത് തന്നെ ബ്രിജ്ഭൂഷൺ പ്രകടമാക്കുന്നു എന്നുള്ളതുമാണ്. AK ശർമ്മ എന്ന യോഗി മന്ത്രിസഭയിലെ അംഗത്തെ വേദിയിലിരുത്തി യശസ്വി മുഖ്യമന്ത്രി എന്ന് പ്രകീർത്തിപ്പിച്ചപ്പോൾ യോഗി അനുകൂലികൾ നെറ്റി ചുളിച്ചിരിക്കണം. യോഗി ഏതായാലും കൈസർഗഞ്ചിൽ പ്രചാരണത്തിന് പോയില്ല എന്നുള്ളത് മറ്റൊരു കാര്യമാണ്. അതുകൊണ്ട് ബ്രിജ്ഭൂഷണെ കുറിച്ച് പറയുന്നില്ല. ഇനി സമാജ്വാദി പാർട്ടി കോൺഗ്രസ് സഖ്യത്തിൻ്റെ പ്രതിരോധം എന്ന് പറയപ്പെടുന്നത് എങ്ങനെയായിരിക്കും യോഗിയുടെ നേരെ? വോട്ടെടുപ്പിൻ്റെ തുടക്കം തൊട്ട് പൊരുതിക്കളിക്കുന്ന സമീപനമാണ് സമാജ്വാദി പാർട്ടിയും ഒപ്പം തന്നെ കോൺഗ്രസും ചേർന്ന ഇന്ത്യ സഖ്യം ഉത്തർപ്രദേശ് എന്ന് പറയപ്പെടുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്വീകരിച്ചിരിക്കുന്നത് എന്ന് പറയേണ്ടിയിരിക്കുന്നു. പോളിംഗ് ശതമാനത്തിൽ കണ്ട ഒരു നിർജ്ജീവത അത് സംസ്ഥാനത്ത് കഴിഞ്ഞ 2 ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിലും ഉണ്ടായതുപോലൊരു തരംഗത്തിനുള്ള സാധ്യത ഇല്ലാതാക്കുന്നുവെന്നാണ് പൊതുവെയുള്ള ഒരു വിലയിരുത്തൽ. ഈ അയോധ്യയിലെ രാമക്ഷേത്ര ഉദ്ഘാടനത്തിലൂടെ പ്രതീക്ഷിച്ച നേട്ടം BJPക്ക് സാധിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ സാധിച്ചിട്ടില്ല. ഇത് മനസ്സിലാക്കിയാണ് ആദ്യഘട്ടം തന്നെ പിന്നിട്ടപ്പോൾ
തീവ്ര വർഗീയ നിലപാടിലേക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ട് കടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. രാമക്ഷേത്രം വന്നതോടെ എല്ലാം നന്നാവുമെന്ന് പറഞ്ഞു, പക്ഷേ കാര്യങ്ങളൊന്നും മാറിയിട്ടില്ല എന്നുള്ളതാണ്. വിലക്കയറ്റവും തൊഴിലില്ലായ്മയും എല്ലാം അതുപോലെ തന്നെ നിൽക്കുന്നു. രാമൻ വന്നിട്ടും ഇതൊന്നും നന്നായില്ല എന്ന് പറയപ്പെടുന്നു. പടിഞ്ഞാറൻ ബ്രിഡ്ജ് മേഖലയിൽ ഉൾപ്പെടെ മധുര മണ്ഡലത്തിൽ വച്ചു കണ്ട ടാക്സി ഡ്രൈവർ അടക്കം ഇതിനോട് പ്രതികരിക്കുന്നത് ഇങ്ങനെയാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. പക്ഷേ വോട്ടാർക്കാണെന്ന് ചോദിച്ചാൽ അതവർ യോഗിക്ക് മാത്രമാണ്, അല്ലെങ്കിൽ മോദിക്ക് എന്ന് തന്നെയാണ് പറയുന്നത്. അതായത് എല്ലാത്തിനും ഉപരിയായി യോഗി മോദി വലയം ഒരുതരം ആകർഷണ യന്ത്രമായി ഇപ്പോഴും യു പിയിൽ നിൽക്കുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. വിലക്കയറ്റവും തൊഴിലില്ലായ്മയും കർഷകരുടെ താങ്ങുവില പ്രശ്നവും ജനം നന്നായി ചർച്ച ചെയ്യുന്നു എന്ന് മനസ്സിലാക്കി അതിലൂന്നിയാണ് സമാജ്വാദി പാർട്ടിയും കോൺഗ്രസ് സഖ്യത്തിൻ്റെ സഞ്ചാരമെന്ന് പറയപ്പെടുന്നത് വേണമെങ്കിൽ പറയാം. സമാജ്വാദിക്ക് ശക്തിയുള്ള ബെറ്റുകളിൽ, അതായത് ഈ കനൗജ് പോലുള്ള, മെയിൻപുരി പോലുള്ള, ഫുൽപൂർ, അസംഗഡ് പോലുള്ളവ, ആ സ്ഥലങ്ങളിൽ അഖിലേഷിൻ്റെയും രാഹുൽ ഗാന്ധിയുടെയും ഒക്കെ തിരഞ്ഞെടുപ്പ് റാലികളിൽ കണ്ട പ്രവർത്തകരുടെ സ്വാഭാവികമായിട്ടുള്ള ആവേശപ്രകടനം അതൊരു സൂചനയായി ഇന്ത്യ സഖ്യം കാണുന്നുണ്ട്. പക്ഷേ അവിടെ കഴിയുകയാണത്. എന്നാൽ എല്ലായിടത്തും അനുകൂല വികാരം എത്തിക്കാൻ ആവശ്യമായിട്ടുള്ള സോഷ്യൽ എഞ്ചിനീയറിംഗ് വേണ്ടുവോളം പ്രയോഗിക്കുവാനുള്ള സംഘടനാ കൗശലം എന്നാൽ ഈ ഇന്ത്യ മുന്നണിക്കാർക്കുണ്ടോ? അത്ര കണ്ട് പ്രകടിപ്പിക്കാൻ അവർക്ക് ആകുന്നില്ല എന്നുള്ളതാണ്. അതേസമയം ഭരണത്തിൻ്റെ സ്വാധീനവും സംഘടനാശേഷിയും കൈമുതലാക്കിയുള്ള മികച്ച സോഷ്യൽ എഞ്ചിനീയറിംഗ് ഏറെ സങ്കീർണമായ ജാതി ഘടനയുള്ള ഉത്തർപ്രദേശിൽ BJPക്ക് നല്ലതുപോലെ പ്രയോഗിക്കുന്നുമുണ്ട് എന്നുള്ളതാണ്. അതാണ് ആ ആകർഷണമായ യന്ത്രത്തിൻ്റെ നിദാനമെന്ന് പറയുന്നത്. അതായത് ഉദാഹരണത്തിന് 6ഉം 7ഉം ഘട്ട വോട്ടെടുപ്പുകൾ അത് നടക്കുന്ന പൂർവാഞ്ചൽ മേഖലയിലെ ചില യാദവേതര പിന്നോക്കക്കാർക്കും ദളിത് വിഭാഗക്കാർക്കും സ്വാധീനമുള്ള മണ്ഡലങ്ങളിൽ BJP ആണെങ്കിൽ വലിയ കരുതലോടുകൂടിയാണ് അവിടുത്തെ ഇടപെടലുകൾ നടത്തി വരുന്നത്. ഇനി മിർസാപൂർ, സോൻഭദ്ര, അംബേദ്കർ നഗർ, സന്ത് കബീർ നഗർ തുടങ്ങി പല മണ്ഡലങ്ങളിലും സ്വാധീനമുള്ള സമുദായ വിഭാഗക്കാരെ ചേർത്ത് പിടിക്കുവാൻ BJP ആവോളം ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. അവിടെ പിന്നോക്ക വിഭാഗക്കാരിലെ മറ്റൊരു പ്രബലരായിട്ടുള്ള കുർമി, നിഷാദ് വിഭാഗങ്ങൾ, ഇവർക്ക് സ്വാധീനമുള്ള മണ്ഡലങ്ങൾ മിർസാപൂർ പോലുള്ള സ്ഥലങ്ങളിലാണ്. അപ്നാദൾ, സോനേലാൽ വിഭാഗത്തിൽപ്പെട്ട കേന്ദ്രമന്ത്രി കൂടിയായിട്ടുള്ള അനുപ്രിയ പട്ടേൽ മിർസാപൂരിൽ മത്സരിക്കുമ്പോൾ അവരുടെ സമുദായമായിട്ടുള്ള കുർമി വിഭാഗത്തിൻ്റെ പിന്തുണ മറ്റു പലയിടങ്ങളിലും ചിലപ്പോൾ BJPക്ക് കിട്ടിയേക്കാം. കൂടാതെ നിഷാ സമുദായത്തിന് ഗോരഖ്പൂരിലും സമീപ മണ്ഡലങ്ങളിലും, അതായത് ഈ മിർസാപൂരിലടക്കം വലിയ സ്വാധീനമാണുള്ളത്. ഗോരഖ്പൂരിൽ സമാജ്വാദി പാർട്ടി നിർത്തിയിരിക്കുന്നത് ഭോജ്പൂരി നടിയായിട്ടുള്ള കാജൽ നിഷാദിനെയാണ്. നിഷാദ് വിഭാഗക്കാരനായിട്ടുള്ള ഭർത്താവിൻ്റെ സ്വാധീനത്താൽ ബഹുവായി അവതരിപ്പിച്ച, ഭാര്യയായി അവതരിപ്പിച്ച കാജലിന് പക്ഷേ നിഷാദ് ഭൂരിപക്ഷ മണ്ഡലമായുള്ള ഗോരഖ്പൂരിൽ ജയം എളുപ്പമേ അല്ല എന്ന് പറയേണ്ടിയിരിക്കും. നിഷാദ് പാർട്ടി BJP പാളയത്തിലാണ് ഇപ്പോൾ ഉള്ളത്. അതിൻ്റെ തലവനായിട്ടുള്ള സഞ്ജയ് നിഷാദിനുമുണ്ട് വലിയ സ്വാധീനം ഈ മേഖലയിൽ എന്ന് പറയേണ്ടിയിരിക്കുന്നു. ആദ്യ 3 ഘട്ടം പിന്നിട്ടപ്പോൾ തന്നെ പിന്നാക്ക ദളിത് സംവരണാനുകൂല്യം തട്ടിയെടുത്ത് മുസ്ലിങ്ങൾക്ക് നൽകാൻ ഇന്ത്യ സഖ്യം നീക്കം നടത്തുന്നുവെന്ന പ്രചാരണം മോദി തൊട്ടിങ്ങോട്ടുള്ള BJPയുടെ എല്ലാ നേതാക്കളും അതിതീവ്രമായി ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നത് ജാതി സമവാക്യങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഇനി നമ്മൾ മറ്റൊരു കാഴ്ച ഉത്തർപ്രദേശിലെ വാരണാസിയിലേക്ക് പോവുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി 3ാമതും മത്സരിക്കുന്ന വാരണാസിയിൽ 2014-ലും 2019-ലും കണ്ടുപോലൊരു ഓളമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയപ്പെടുന്നു. കാരണം അദ്ദേഹത്തിൻ്റെ നാമനിർദ്ദേശ പത്രികാ സമർപ്പണ വേളയിൽ പോലും ഇത്തവണ അത്തരത്തിലുള്ള ഓളം കാണാനായിട്ടില്ല എന്നുള്ളത് ചർച്ചാ വിഷയമാണ്. 2019-ൽ ഗ്രാമങ്ങളിൽ നിന്നടക്കം ആളുകൾ ഇങ്ങോട്ടേക്ക് സ്വാഭാവികമായിട്ടും ഒഴുകിയെത്തിയെങ്കിൽ ഇക്കുറി അതുണ്ടാവില്ല എന്ന്, അല്ലെങ്കിൽ അത് ഉണ്ടായിട്ടില്ല എന്ന് അവിടുത്തെ പ്രദേശവാസികളടക്കം പറയുന്നുണ്ട്. മോദിയുടെ ഭൂരിപക്ഷം 6 ലക്ഷത്തിനപ്പുറത്തേക്ക് ഉയർത്തുവാനുള്ള BJPയുടെ നീക്കങ്ങൾക്ക് വെല്ലുവിളി ഉയർത്തുന്നുണ്ട് ഇത് എന്ന് പറയേണ്ടിയിരിക്കുന്നു. പ്രധാനമന്ത്രി മോദിയുടെ ജനപ്രീതിക്കുണ്ടായിട്ടുള്ള ഇടിവാണ് ഇത് കാരണമെന്നുള്ള ഒരു വിലയിരുത്തലുകൾ അവിടെ നടത്തുന്നുമുണ്ട്. എന്നാൽ അതിനപ്പുറത്തേക്ക് ഗോരഖ്നാഥ് മഠത്തിലെ മഹന്തായിട്ടുള്ള യോഗി ആദിത്യനാഥിന് പൂർവാഞ്ചൽ മേഖലയിൽ ഉടനീളമുള്ള സ്വാധീനം പക്ഷേ BJPക്ക് തുണയാകാൻ പോവുകയാണ്. കഴിഞ്ഞ തവണ മോദിയുടെ ഭൂരിപക്ഷം 4.5 ലക്ഷത്തോളമായിരുന്നു എന്നുള്ളത് ഇപ്പോൾ ഉയർത്തി 6 ലക്ഷത്തിലേക്ക് എത്തിക്കാൻ അത് മതിയാകും. ഇനി മറ്റൊന്ന് എന്ന് പറയപ്പെടുന്ന മായാവതിയും BSPയുമാണ്. മായാവതിയുടെ BSP എന്ന് പറയപ്പെടുന്ന ദളിത് സ്വാധീന മേഖലയിൽ അവരുടെ സ്വാധീനം ഇപ്പോഴും നിലനിർത്തുന്ന പാർട്ടിയാണ്. ജാട്ട് സമുദായക്കാർ അവരുടെ കോർ വോട്ടർമാരാകുന്നു. അവർക്ക് ആനയാണ് ചിഹ്നം, ആന ചിഹ്നം മാത്രമേ അറിയൂ എന്നാൽ അതുപോലും വിഴുങ്ങുവാനുള്ള കൗശലമാണ് BJPയുടേതെന്ന് പറയേണ്ടിയിരിക്കുന്നു. BSP അവരുടെ അസ്തിത്വം നിലനിർത്താൻ പെടുന്നതിനപ്പുറം ഇത്തവണത്തെ തിരഞ്ഞെടുപ്പിൽ BJP ഭരണ നേതൃത്വത്തിൽ നിന്നുള്ള സമ്മർദ്ദത്തിന് വഴങ്ങി പല മണ്ഡലങ്ങളിലും ഈ ഇന്ത്യ സഖ്യത്തിൻ്റെ വോട്ട് പുലർത്താൻ സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കുന്നുവെന്നൊരു ആക്ഷേപം കൂടി ശക്തമായി നിലനിൽക്കുന്നുണ്ട്. മായാവതിയുടെ പല ഇടപെടലുകളും ഈ ആക്ഷേപത്തെ ബലപ്പെടുത്തുന്നതുമാണ്. BJPയെ കടന്നാക്രമിച്ചു മുന്നേറിയ മരുമകൻ ആകാശ് ആനന്ദിനെ തിരഞ്ഞെടുപ്പ് പ്രചരണ ചുമതലയിൽ നിന്ന് നീക്കിയതും
ചില സ്ഥാനാർത്ഥികളെ അമ്പരപ്പിച്ചുകൊണ്ട് മാറ്റിയതുമെല്ലാം ഇതിൻ്റെ ഉത്തമ ഉദാഹരണങ്ങളായിട്ട് പറയാം. ഇനി ജോൺപൂർ മണ്ഡലത്തിൽ മായാവതി ആദ്യം പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥിയെ മാറ്റിയത് എന്തുകൊണ്ടാണ് എന്നുള്ളത്, അല്ലെങ്കിൽ അവിടെ മാറ്റിയിട്ട് സ്വാധീനമുള്ള മറ്റു പല മണ്ഡലങ്ങളിലും ജനപ്രിയ മുഖങ്ങളെ തഴഞ്ഞതുമൊക്കെ ബാഹ്യ സമ്മർദ്ദങ്ങൾക്ക് അടിമപ്പെട്ടാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല എന്ന് പറയേണ്ടിയിരിക്കുന്നു. ബാഹ്യസമ്മർദ്ദം എന്ന് പറയുന്നത് EDയുടെയോ CBIയുടെയോ രൂപത്തിൽ വരാമല്ലോ എന്നാണ് പറയുന്നത്. ഇത്തരത്തിലുള്ള കൗശലങ്ങൾ പ്രയോഗിക്കുന്ന BJP കർഷക വിരോധം മറികടക്കുവാൻ ബുന്ദേൽഖണ്ഡ് മേഖലയിൽ നടപ്പാക്കിയിട്ടുള്ള ഹർ ഘർ ജൽ പദ്ധതി വ്യാപകമായി ഗുണം ചെയ്യുമെന്നുള്ള കണക്കുകൂട്ടലിലേക്ക് എത്തപ്പെടുന്നു എന്നുള്ളതാണ്. പക്ഷെ മറ്റൊന്ന് എന്ന് പറയപ്പെടുന്ന മോദി വികാരത്തിൽ ജയിച്ച് കയറുമെന്ന വിശ്വാസത്താൽ അലസരോ അഹങ്കാരികളോ ആയ പല MPമാരും സിറ്റിംഗ് മണ്ഡലങ്ങളിൽ ജനവിരോധം ഏറ്റുവാങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഒരു തരംഗം ദൃശ്യമാകാത്ത സാഹചര്യത്തിൽ അത്തരക്കാർ വീണ്ടും മത്സരിക്കുന്നത് തന്നെ അതിനാൽ BJPക്ക് വിനയായിട്ടുമുണ്ട് എന്ന് പറയേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. ബാൻസ്ഗാവ്, കൗശംബി തുടങ്ങിയ മണ്ഡലങ്ങൾ ഇതിനുദാഹരണമായി പറയേണ്ടിയിരിക്കുന്നു. ഒരു പരിധിവരെ അമേഠിയിലും ഇത് പ്രകടമാകും. റായ്ബറേലിയിൽ കോൺഗ്രസിലെ രാഹുൽ ഗാന്ധിയുടെ വിജയം ഉറപ്പു പറയുകയാണ്. അമേഠിയിൽ പക്ഷേ കിഷോരിലാൽ ശർമ്മ പ്രതീക്ഷിച്ചതിനും അപ്പുറത്തേക്ക് മത്സരം ഘടിപ്പിച്ചത് സിറ്റിംഗ് MP ആയിട്ടുള്ള സ്മൃതി ഇറാനിക്ക് വലിയ വെല്ലുവിളി ഉയർത്തുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. നേരിയ മേൽക്കൈ സ്മൃതിക്ക് ആണ് എന്ന് വേണമെങ്കിൽ പറയുകയും ചെയ്യാം. 2019 സമാജ്വാദി പാർട്ടിയും BSPയും സഖ്യമായി മത്സരിച്ചപ്പോൾ 15 സീറ്റുകളാണ് അവർ നേടിയെടുത്തത്. പ്രത്യേകം മത്സരിച്ച കോൺഗ്രസ് 1 സീറ്റ്. ഇത്തവണ SPയും കോൺഗ്രസും ചേർന്ന് നിന്നുകൊണ്ട് സഖ്യം ചില വ്യക്തിഗത പ്രഭാവങ്ങളാലും ചില മണ്ഡലങ്ങളിലെ BJP സ്ഥാനാർത്ഥികൾക്കെതിരായ വികാരത്താലും SPയുടെ പരമ്പരാഗത പിന്നാക്ക ദളിത് മുസ്ലിം മേഖലകളിൽ സ്വാധീനത്താലുമൊക്കെ ഉണ്ടാക്കുന്ന നേട്ടങ്ങളത്ര എന്നാണ് ഉറ്റുനോക്കപ്പെടുന്നത് എന്നുള്ളതാണ്. ജാതി സമവാക്യങ്ങളെ പാട്ടിലാക്കുവാനുള്ള BJPയുടെ സോഷ്യൽ എഞ്ചിനീയറിങ്ങിനെയും ഭരണസ്വാധീനത്തെയും മറികടന്ന് പരമാവധി 10നും 20നും ഇടയിലുള്ള സീറ്റുകൾ നേടാനുള്ള സാധ്യതയാണ് ഇവർക്ക് മുന്നിലുള്ളത് എന്ന് പറയാം. ഇതൊരു പക്ഷേ 15ഓ 12ഓ ആയിക്കൂടുന്നുമില്ല. ഏതായാലും 80ൽ 80ഉം നേടുമെന്ന ആത്മവിശ്വാസം ഇപ്പോൾ പക്ഷേ BJP പ്രകടിപ്പിക്കുന്നില്ല എന്നത് മാത്രമാണ് ഇന്ത്യ സഖ്യത്തിന് ആശ്വസിക്കാൻ വക നൽകുന്നത് എന്ന് പറയേണ്ടിയിരിക്കുന്നു. അങ്ങനെ ഇന്ത്യ സഖ്യത്തിനപ്പുറത്തേക്ക് കടന്നു വരാൻ ഈ UPയിൽ കഴിയുമോ എന്നുള്ളതൊരു പ്രത്യേകതയായി നിലനിൽക്കുന്നുമുണ്ട്. കഴിയില്ല എന്നുള്ളതാണ്. ഞാൻ ആദ്യം ഗോരഖ്പൂരിനെ കുറിച്ച് പറഞ്ഞതും മഠത്തെക്കുറിച്ച് പറഞ്ഞതും അതിലെ വലിയ സന്യാസിയായിട്ടുള്ള യോഗി ആദിത്യനാഥിനെ കുറിച്ച് പറഞ്ഞതുമൊക്കെ ഗോരഖ്പൂർ എന്ന് പറയപ്പെടുന്ന ഗ്രാമത്തിലെ ജനങ്ങളടക്കമുള്ളവർ എങ്ങനെയാണ് യോഗി ആദിത്യനാഥിനെ കാണുന്നത് എന്നത് പറയാൻ വേണ്ടിയിട്ടായിരുന്നു. യോഗി ആദിത്യനാഥ് എന്ന് പറയപ്പെടുന്ന വ്യക്തിത്വത്തെ അദ്ദേഹം ഏത് തരത്തിലാണോ UP പോലൊരു സംസ്ഥാനത്തെ ഗുണ്ടാ പ്രവർത്തനങ്ങളിൽ നിന്ന് തിരിച്ചു പിടിക്കുവാൻ ശ്രമിക്കുന്നത്, അത് സ്ത്രീകൾക്കുണ്ടാക്കിയിട്ടുള്ള മതിപ്പ് എത്രത്തോളം എന്ന് വോട്ടുകളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് യോഗി ആദിത്യനാഥിനെ മാറ്റി നിർത്തിക്കൊണ്ട് ഉത്തർപ്രദേശിൽ ഒരു ഭരണമുണ്ടാകില്ല. ഒപ്പം തന്നെ യോഗി ആദിത്യനാഥിനെ മാറ്റി നിർത്തിക്കൊണ്ടൊരു ഭരണം അങ്ങ് കേന്ദ്രത്തിലുണ്ടാകില്ല എന്നുള്ളതാണ്. അതായത് യോഗി ആദിത്യനാഥ് തീരുമാനിക്കുന്നു ഉത്തർപ്രദേശിൽ ആര് വിജയിക്കണമെന്ന്. യോഗി ആദിത്യനാഥിൻ്റെ പ്രഭാവത്തിലൂടെ ഉത്തർപ്രദേശിൽ വലിയ വിജയം നേടാൻ BJPക്ക് കഴിയും. ഒപ്പം തന്നെ മോദിയുടെ പ്രഭാവത്തിലൂടെ ഇന്ത്യ മുഴുവനും ജയിച്ചു കയറുവാൻ BJPക്കാവുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ യോഗിയുടെയും മോദിയുടെയും പ്രഭാവത്തിൽ BJP വീണ്ടും അധികാരത്തിലെത്തുമെന്നുള്ളതാണ് ഏറ്റവും വലിയ വസ്തുത.